ആളുകൾക്ക് ഇതിനോട് ഈ സയൻസിനോട് ഒരു തരത്തിലുള്ള അനുരാഗാത്മക ഭ്രമമുണ്ട്. ഈ അനുരാഗാത്മക ഭ്രമത്തെ സമർത്ഥമായി ദുരുപയോഗം ചെയ്ത് സയന്റിസത്തെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഭൗതികവാദികൾ, പ്രത്യേകിച്ച് സാമ്രാജ്യത്വം. ആ സയന്റിസം എന്നുള്ള ആശയം യഥാർത്ഥത്തിൽ സയൻസ് മതി, മറ്റൊന്നും വേണ്ട എന്നുള്ള ആശയമാണ്. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ ഞാനത് പറയുന്നത്, സയന്റിസം ഒരു വശത്ത് സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷമായ ഒരു ധാർമ്മിക മൂല്യ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഇതേ സയൻസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് സയൻസിനെ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. അവിടെയും സയൻസിനെ ഖുർആനിന് അനുസൃതമായോ ഖുർആനിനെ സയൻസിന് അനുസൃതമായോ ദുർവ്യാഖ്യാനിക്കുകയോ വിളക്കുകയോ ചെയ്യുന്നില്ല. അത് ആവശ്യവുമില്ല, അത് ചെയ്യാനും പാടില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുടെ കൃത്യത, ഖുർആനിലെ ഓരോ സംഗതികൾ വിശദീകരിക്കുമ്പോഴും ഖുർആൻ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല അത് വിശദീകരിക്കുന്നത്. ഖുർആൻ വിശദീകരിക്കുന്നത് മറ്റു ചില രൂപകങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ആ വിശദീകരണത്തിൽ ഈ നമ്മൾ ഇവിടെ ആ വിശദീകരണത്തില് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യത്തിൽ അതിന് ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ പദപ്രയോഗങ്ങൾ വളരെ കൃത്യമായി കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കൃത്യത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഇതാണ് ഖുർആൻ ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനപരമായ തലം. അതിനപ്പുറത്ത് നമുക്കൊരു വാദമില്ല. ഇതാണ് ഖുർആന്റെ സവിശേഷത. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നാണ്. അഥവാ വിഷയങ്ങൾ പഠിക്കാതെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് മുഴുവനും സയൻസ് ആണ് എന്ന രൂപത്തിലുള്ള പരാമർശം. അതേപോലെ തന്നെ സയൻസിനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ച് ഖുർആനുമായി സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം, ഇത് രണ്ടും അബദ്ധമാണ്. അതിന്റെ ആവശ്യമില്ല. ഖുർആനിന് അങ്ങനെ സത്യസന്ധമല്ലാത്ത ഒരു പ്രബോധന രീതി ഖുർആന്റെ ആശയത്തിന് ആവശ്യമില്ല. ഖുർആൻ സ്വയം തന്നെ ഉജ്ജ്വലമായി നിൽക്കുന്ന ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പദപ്രയോഗങ്ങളുടെ സൂക്ഷ്മതയാണ് ഖുർആനിന്റെ സവിശേഷത. അത് ശാസ്ത്രത്തിന് മാത്രമല്ല, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ധാർമ്മികമായ വിഷയങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഹലാൽ വിവാഹം നടക്കുമ്പോൾ ഖുർആനിലെ പദങ്ങളുടെ സൂക്ഷ്മത, ഹലാലുമായി ബന്ധപ്പെട്ട പദങ്ങളുടെ സൂക്ഷ്മത നിങ്ങൾ പരിശോധിച്ചാൽ അത്ഭുതം തോന്നും. അങ്ങനെ ഓരോന്നിലും ആ ഖുർആനിന്റെ കൃത്യതയും സൂക്ഷ്മതയും ഉണ്ട്. സയൻസ് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ലാതെ വരുന്ന വിഷയങ്ങൾ ആ സൂക്ഷ്മമായ ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ഒരുവിധം ആളുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ജനുവരി 9 നാസ്തികരുമായി മുസ്ലിങ്ങൾ നടത്തിയ സംവാദം കണ്ടിട്ടുണ്ടാവും. ഈ സംവാദത്തിൽ നമ്മൾ എടുത്തുദ്ധരിച്ചത് പരിശുദ്ധ ഖുർആൻ ഒരു ആയത്താണ്. ആ ആയത്ത് ഖുർആൻ പറയുന്നത് ശബ്ദശാസ്ത്രം പഠിപ്പിക്കാനൊന്നുമല്ല, അതിനൊരു അത്ഭുതവും പറയാനല്ല. ഖുർആൻ ആ ആയത്ത് ഉപയോഗിക്കുന്നത് സത്യനിഷേധികളുടെ കർമ്മങ്ങൾ മുഴുവനും വൃഥാവിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം അവർ ഇരുട്ടിലാണ്. ആ ഇരുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ഒരു ഉദാഹരണം പറയുന്നു. ആ കർമ്മങ്ങൾ വൃഥാവിലാണ് എന്നുള്ളതിന് അവർക്ക് നേരെ ഖുർആനിന്റെ പ്രാഥമിക സംബോധിതർക്ക് മനസ്സിലാകുന്ന മരുഭൂമിയിലെ ആ അനുഭവത്തെ കുറിച്ച് പറയുന്നു. മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് ആ വെള്ളത്തിലേക്ക് ഓടി അകലുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാകുന്നു. ഇതേപോലെയാണ് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആ അവിശ്വാസികൾ. ആ കർമ്മങ്ങളുടെ എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ ഫലം ലഭിക്കുന്ന ലോകത്തെത്തുമ്പോൾ അതിന് ഫലമൊന്നുമില്ലാതെയാകുന്നു. ഇത് അറബികളുടെ നേരനുഭവമാണ്. രണ്ടാമതായി ഖുർആൻ പറയുന്നത് പിന്നീട് സമുദ്രാന്തർഭാഗത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെ പോലെ എന്നാണ്. ആ സമുദ്രാന്തർഭാഗത്ത് പോകുന്ന മനുഷ്യന്റെ സവിശേഷത അയാളെ ഇരുളുകൾ മൂടുന്നു എന്നാണ്. ആ ഇരുള് മൂടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് ദുലുമാത്തും മിൻ ഫൗഖിഹി ദുലുമാണ്. ഒരു ഇരുളിന്റെ മുകളിൽ വീണ്ടും ഇരുൾ. അതേപോലെ തന്നെ മൗജും മിൻ ഫൗഖിഹി മൗജും.
ഉലുമാത്തു എന്നുള്ളതുള്ളൂ. അത് പിന്നെ ഉലുമാത്തുന്നല്ല. അപ്പോ അവിടെ ഒന്നാമത് ഒരുപാട് ഇരുട്ടുകളുണ്ട് എന്ന് പറയുന്നു. ആ ഇരുട്ടുകൾ ഒന്നിനു പുറകെ ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. ആ ഇരുട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ അടിയിലേക്ക് പോകുന്ന ഒരാൾക്ക് സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ പോലും കാണാൻ കഴിയാത്തത്രയും കൂരാകുരുട്ടാണ് എന്ന് പറയുന്നു. അതിന് മുകളിൽ ആ ഇരുട്ടുകൾക്ക് മുകളിൽ ഒരു തിരമാലയുണ്ടെന്ന് പറയുന്നു. ആ തിരമാലക്ക് മുകളിൽ വീണ്ടും തിരമാലയുണ്ടെന്ന് പറയുന്നു. ആ രണ്ടാമത്തെ തിരമാലക്ക് മുകളിൽ വീണ്ടും മേഘമുണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം ഇരുട്ട് സൃഷ്ടിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് ഈ സമുദ്രശാസ്ത്രമൊന്നുമല്ല, മറിച്ച് വേറൊരു വിഷയമാണ്. പക്ഷെ അവിടെ പറയുന്ന പ്രയോഗങ്ങളിൽ ഓരോന്നിലുള്ള കൃത്യത, അതാണ് നമ്മൾ പിന്നീട് പഠനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സമുദ്രശാസ്ത്രത്തിലെ പുതിയ ഗവേഷണങ്ങൾ വരുമ്പോൾ ആ കൃത്യത നമുക്ക് ബോധ്യപ്പെടുന്നു. ഇതാണ് അത്ഭുതകരമായ കാര്യം. ഇതാണ് ഖുർആൻ ശാസ്ത്ര പഠനങ്ങളുടെ രീതിശാസ്ത്രം. അത് നിങ്ങൾ പഠിച്ച ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നോട് പ്രത്യേകിച്ച് എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള സംശയങ്ങൾ അവതരിപ്പിക്കും നിങ്ങൾ എന്നാണ് എന്നോട് ഇവിടെ സുഹൈർ അലി സൂചിപ്പിച്ചത്. എംബ്രിയോളജിയിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട്. എംബ്രിയോ ജനസിസ് ഇൻ ദ ഖുർആൻ ആൻഡ് ഹദീസ്, റെസ്പോൺസസ് ടു ക്രിറ്റിസിസം എന്നാണ് ബുക്കിന്റെ പേര്. അതേപോലെ തന്നെ പിന്നെ മലയാളത്തിൽ പൂർണ്ണവിജ്ഞാനിയും ഖുർആനിലും ഹദീസിലും വിമർശനങ്ങൾക്ക് മറുപടി എന്നാണ് പേര്. ആ വിഷയങ്ങളെ എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ള രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ആ വീഡിയോ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പരിശോധിച്ച് പഠിച്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ ശാസ്ത്ര പഠന രംഗത്ത് വലിയ ഒരു ടീമായിട്ട്, ഒരു അസറ്റ് ആയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.